എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിന്നൊരു യാത്രയിലാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് കോതപറമ്പിൽ നിന്നാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരുള്ളവർക്ക് സംഭവം മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂർ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇത് ആല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ അവിടെ വർക്കുകളൊന്നും വലിയ കാര്യമായിട്ട് ഇപ്പോഴും പുരോഗമിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ നേരെ കോതപറമ്പിൽ നിന്നാണ് തുടങ്ങിയത്. കോതപറമ്പിലെ മേൽപ്പാലത്തിൻ്റെ തൂണുകൾ കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ മറ്റേ ഇതൊക്കെ വരില്ലേ, സ്പാനും ഇതൊക്കെ വരൂലേ, ബേസൊക്കെ വരില്ലേ, അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നും നേരെ റോഡാണ്, അപ്രോച്ച് റോഡാണോ ഇനി വേറെ വല്ല പാലം വരാനുണ്ടോ ഒന്നും അറിയില്ല. പക്ഷേ ഇവർ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ സൈഡുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ക്രോസിങ് വരും, ഇതിൻ്റെ തൊട്ടടിയിൽ ക്രോസിങ് വരും. അപ്പോൾ സർവീസ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സർവീസ് റോഡിൽ കയറുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇനി അവിടെ വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. വൺ വേ പോലത്തെ സിസ്റ്റോ അങ്ങനെ വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മളിപ്പോൾ ചെന്ന് എത്താൻ പോകുന്നത് ഇനി ഇതിൻ്റെ നിർമ്മാണങ്ങൾ, ഗർഡറുകൾ, പിന്നെ സൈഡിൽ പിടിപ്പിക്കുന്ന വാളുണ്ട് ഒരാൾ പൊക്കത്തിൽ, അങ്ങനത്തെ ഒരു 3-4 ചേർത്ത് വെച്ചിട്ടാണ് അപ്രോച്ച് റോഡിൻ്റെ അവിടേക്കുള്ള ഹൈറ്റൊക്കെ ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതൊക്കെ നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, സൈഡിലൊക്കെ മണ്ണൊക്കെ കുഴിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബേസ് കെട്ടുന്നത്, അപ്രോച്ച് റോഡിൻ്റെ ബേസ് കെട്ടുന്നത്. അപ്പോൾ ഏത് സമയത്തും തീരുമാനങ്ങളും ആരും അറിയാട്ടോ. ഇതാണ് അവരുടെ യാർഡ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മറ്റേ കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത്, ആ റെഡിമെയ്ഡായിട്ട് നിർമ്മിക്കുന്നത് ഇവിടെയാണ്. അത് ഇവർ നിർമ്മിച്ചിടും. ആവശ്യമുള്ളപ്പോൾ ടോറസിൽ വന്ന് എടുത്തിട്ട് പോകും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് പൊടി കാര്യങ്ങളാണ്, മാസ്കൊക്കെ, അതൊന്നും എന്താ പറയുക, ജീവിതം ദുസ്സഹമായ അവസ്ഥയാണ്. പിന്നെ ഇടയ്ക്ക് ഇവരൊന്നും നനച്ച് പോകുന്നുണ്ട്. അപ്പോൾ റോഡ് നനയ്ക്കുന്ന ഒരു ഇൻ്റർവെല്ലൊന്നും ഇവർ ഇവിടെ നനയ്ക്കില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മദാമപ്പള്ളിക്ക് തൊട്ട് മുമ്പ് ഇവരൊരു പാലം പണിതിട്ടുണ്ട്. ആ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തൂണുകളുള്ള, അതായത് 3 സെറ്റുള്ള 10 തൂണുകൾ, മൊത്തം 30 തൂണുകൾ വരും. മദാമപ്പള്ളിക്ക് മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പണ്ടത്തെ മഹീന്ദ്രയുടെ ഷോറൂം ആ ഭാഗത്തിന് മുമ്പായിട്ട്, ഇപ്പോൾ അജുഫാനുള്ളിടത്ത് ആ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നേരെ ഇത് അവസാനിക്കുന്നത് നമ്മുടെ നെടിയതല അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് അവസാനിക്കുക കേട്ടോ. നേരെ അങ്ങോട്ടാണ് ഈ പാലം പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടും അപ്രോച്ച് റോഡാണെന്നാണ് തോന്നുന്നത്. പിന്നെ കംപ്ലീറ്റ് അല്ല, പകുതി പോലും ആയിട്ടില്ല പണി ഇവിടെ ഈ ഭാഗങ്ങളിൽ. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ പണിയൊക്കെ പൂർത്തിയാവാം. പിന്നെ റോഡ് വേർതിരിച്ചിടണമല്ലോ, ആളുകൾക്ക് യാത്ര സൗകര്യം കറക്റ്റ് ആക്കിയിട്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ സർവീസ് റോഡിൻ്റെ പണി പൂർത്തിയാവാത്തതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഊഹിക്കാം ഇതൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം. സർവീസ് റോഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ മെയിൻ റോഡും അവർ തൊടുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ സെൻട്രലൊക്കെ ഇതാണ് കേട്ടോ മദാമപ്പള്ളി എന്ന് വിളിക്കപ്പെടുന്ന പള്ളിയുടെ പേര് ശരിക്കും മദാമപ്പള്ളി എന്നൊന്നല്ല, ഇപ്പോൾ സെൻറ്റ് തോമസ് ചർച്ച് എന്നാണ് പേര്. പക്ഷേ ഈ ഭാഗങ്ങളിൽ നമ്മൾ മദാമപ്പള്ളി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ പോയി ഷൂട്ട് ചെയ്യുന്ന, അപ്പോൾ അടിയിലിപ്പോൾ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്തപ്പുരം മേൽപ്പാലം കംപ്ലീറ്റ് ഇവർ ഇങ്ങനെ ഇതേപോലെ തീർത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് പക്കയായിട്ട് തീർത്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് അടുത്തത്. ചിലപ്പോൾ കണ്ണടച്ച് തുറക്കണ വേഗത്തിലൊക്കെ ഇവർ പണി ചെയ്ത് തീർക്കും. പക്ഷെ ഇത്തിരി ഒരു ലാഗായിട്ടുണ്ട്. ഇനി മഴക്കാലം വരുമ്പോൾ വീണ്ടും ഒന്ന് സ്ലോ ആവും വർക്ക്. ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ മുന്നിലാണ്. അപ്പോൾ ടൗൺ ഹാളൊക്കെ ഇപ്പോൾ ഇതാണ് അവസ്ഥ. കൊടുങ്ങല്ലൂരുള്ളൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, വിദേശങ്ങളിലുള്ളൊരു ടൗൺ ഹാളിൻ്റെ അവസ്ഥ ഇതാണ്. മതിൽ, പ്രൗഢഗംഭീരമായ മതിലും കാര്യങ്ങളൊക്കെ പോയി, ഇപ്പോൾ തനി ശോകമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടൊക്കെ വേണ്ടി ഒരു പണിയാനായിട്ട്. അപ്പോൾ നേരെ കാണുന്നത് ചന്തപ്പുര മേൽപ്പാലം കേട്ടോ. അപ്പോൾ അങ്ങോട്ടും അറിഞ്ഞിടത്തോളം ഇപ്പോൾ നമ്മുടെ നെടിയതളി അമ്പലം വരെ വന്നിരിക്കുന്നത് ഇതാണ്, വലിയ ഒരു തൂണാണ് വന്നിരിക്കുന്നത്. അതേ ഹൈറ്റ് തന്നെ ഏകദേശം ചന്തപ്പുര മേൽപ്പാലത്തിനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയണ്ട, കട്ട വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസ് ഇട്ട് ഫില്ല് ചെയ്യണോ, അതല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് കയറുന്ന റോഡാണെന്നൊന്നും നമുക്ക് അറിവായിട്ടില്ല. അപ്പോൾ ഇറങ്ങി വന്നിട്ട് കയറുന്ന റോഡാണെങ്കിൽ കയറ്റിറക്കങ്ങൾ കൂടും റോട്ടിൽ, അതൊരു കാര്യമുണ്ട്. എന്നിരുന്നാൽ കൂടി യാത്ര സുഗമമാവുന്നതിൻ്റെ പേരിൽ വലിയ പ്രശ്നം വരില്ല. അപ്പോൾ നമ്മൾ ഊഹിക്കാം, നെടിയതല അമ്പലം തുടങ്ങി നമ്മുടെ ചന്തപ്പുര വരെയുള്ള ദൂരം അതെങ്ങനെയായിരിക്കും ഇതുവരെ അറിവായിട്ടില്ല. അപ്പോൾ നമ്മളറിയാവുന്ന മുറി ഹിന്ദിയിലൊക്കെ അവിടുത്തെ സൂപ്പർവൈസർമാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ബ്രിക്ക് കെട്ടിയിട്ടെന്നാണ് പറയുക. ബ്രിക്ക് കെട്ടി അത്രയും സാധനം ഫില്ല് ചെയ്ത് പൊക്കിക്കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്തപ്പുര മേൽപ്പാലം കേട്ടോ. ചന്തപ്പുര മേൽപ്പാലം ഒരുവിധം കംപ്ലീറ്റ് പണി കഴിഞ്ഞ് കിടക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ അടിയിൽ പോയി നിൽക്കാൻ നല്ല സുഖമാണ്, കാരണം നല്ല തണവാണ്. എത്ര വെയിലാണെങ്കിലും ചന്തപ്പുര മേൽപ്പാലത്തിൻ്റെ അടിയിൽ നല്ല തണവാണ്. ഇപ്പോൾ ഇനി ഈ ഭാഗത്ത് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. റോഡാണോ, ഇത് വേർതിരിച്ചിടണോ, ഇനി അതോ സമ്മേളന വേദിയാണോ, ഇനി പോസ്റ്റർ ഒട്ടിക്കാൻ കൊടുക്കും, ഇതൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും 2 ക്രോസിംഗ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, ഒന്ന് വടക്കോട്ടും ഒന്ന് തെക്കോട്ടും. ഇതിൽ ഹിന്ദിക്കാരായിട്ടുള്ള സൂപ്പർവൈസർമാർ പറയുന്ന കാര്യങ്ങൾ പലതും ശരിയാട്ടോ. കാരണം 2023 ഇത് അടയ്ക്കുന്നത് ബൈപ്പാസ്. അപ്പോൾ
നമ്മൾ ആ ടൈമിൽ നമ്മൾ ചോദിച്ചായിരുന്നു ഇത് എത്ര നാളോട് പണി തീരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വാർഡ് മെമ്പർമാർ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞത് 2025 പക്ഷെ അന്ന് ആ സൂപ്പർവൈസർമാർ പറഞ്ഞു കേട്ടോ 2026 ലാസ്റ്റോടുകൂടിയേ കംപ്ലീഷൻ വർക്ക് നടക്കുള്ളൂ എന്ന്. അത് കറക്റ്റാണ് അവർ പറയുന്നത്, അതേപോലെ തന്നെ കറക്റ്റാണ്. നമുക്ക് ഈ പാലത്തിൻ്റെ ഇടയിൽ നോക്കിയാൽ എക്സ്പാൻഷൻ മറ്റേ ഇതിൻ്റെയൊക്കെയുള്ള ജോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. മറ്റേ ചൂട് കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യില്ലേ കോൺക്രീറ്റ്, അതിനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ അവർ സ്പെഷ്യലി അവർ വിട്ടിട്ടുണ്ട്. പിന്നെ നല്ല നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പണിയാണ്. നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ABCD അറിയാൻ പാടില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ഷോക്ക് അബ്സോർബർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കോട്ടപ്പുറം പാലത്തിൻ്റെ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ വീഡിയോ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയ്യാം കേട്ടോ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു റബ്ബറിൻ്റെ വലിയൊരു കട്ട, അതാണ് പാലത്തിൻ്റെ ഷോക്ക് അബ്സോർബർ എന്ന് പറയാം. അപ്പോൾ ഈ നിൽക്കുന്നത് നമ്മൾ MAT ഹോസ്പിറ്റലൊക്കെ ഇല്ലേ അതിൻ്റെ മുന്നിലായിട്ടാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം താഴത്തു കൂടി വരുമ്പോൾ കേട്ടോ, മേലെ കൂടി വരുമ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, താഴത്തു കൂടി വരുമ്പോൾ മനസ്സിലാവും. കാരണം MAT ഹോസ്പിറ്റൽ, നമ്മുടെ ചന്തപ്പുര പെട്രോൾ പമ്പ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബാക്കിയൊന്നും ഒരു രക്ഷയില്ല. നമ്മുടെ കോട്ടപ്പുറം വിട്ട് കഴിഞ്ഞാൽ ഇനി പാലങ്ങൾ എന്നെയൊക്കെ കാത്തിരിക്കേണ്ടി വരും സ്ഥലം അറിയാനായിട്ട്. ലൊക്കേഷൻ കംപ്ലീറ്റ് തെറ്റും. പിന്നെ കൊടുങ്ങല്ലൂർ സെൻറ്ററിൽ വലിയ കുഴപ്പമില്ല, NH17 അതേപടി കിടക്കുന്നതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് സർവീസ് റോഡിലാണ്, പടിഞ്ഞാറ സർവീസ് റോഡ് ചന്തപ്പുര. അവിടെ നിന്ന് നാളെ കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടുത്തെ കംപ്ലീഷൻ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡ് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഇതിനെ പറയാം അപ്രോച്ച് റോഡ് വാളെന്നോ അങ്ങനെ എന്തോ പേര് അവർ പറയുന്നുണ്ടായിരുന്നു. ഇത് ഇവർ അലൈൻമെൻറ്റ് നോക്കി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പിച്ച ഭാഗം ഇവർ ലാസ്റ്റ് ബീഡിങ് കൊടുക്കും. ഇതിൻ്റെ മേലെ ബീഡിങ് കൊടുത്ത് കോൺക്രീറ്റ് ചെയ്ത് അവിടെ ഫുട്പാത്ത് സെറ്റ് ചെയ്യും. ഒരു ഫുട്പാത്ത് നമുക്ക് നടക്കാനുള്ള വഴി തന്നെയാണോ ഉറപ്പൊന്നുമില്ല കേട്ടോ. കാര്യം ശരി, കാണുമ്പോൾ നല്ല ഫുട്പാത്തായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മുടെ പണ്ടത്തെ പാർക്കാണിത്, പാർക്കിൻ്റെ അവസ്ഥ ഇതാണിപ്പോൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പാർക്ക് വൃത്തിയാക്കി എടുക്കാൻ. ഇപ്പോൾ കുറച്ച് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ്. ഇപ്പോൾ നിങ്ങൾ മുകൾ ഭാഗം കണ്ടില്ലേ, ഒന്നിടവിട്ട് ഫില്ലാവാത്ത പോലെ, അതവരെല്ലാം കഴിഞ്ഞിട്ട് അവർ ഫില്ല് ചെയ്യുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ കൂടി ഒരു നമ്മൾ ഈ വീട് വാർക്കുമ്പോൾ ലിൻഡൽ എടുക്കില്ലേ, അപ്പോൾ നിങ്ങൾ ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം കമഴ്ത്തി വെച്ചേക്കുന്നതാണ്. ആ പച്ച ഗ്രില്ല് കണ്ടില്ലേ, എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഈ പച്ച ഗ്രില്ല് അപ്പുറത്തേക്ക് ഫുട്പാത്താണ്, ഇതിൻ്റെ ഒരു ഭാഗം ഫുട്പാത്ത് പോലെയും ഈ ഭാഗം ഗ്രില്ല് പോലെ ഉയർന്ന് നിൽക്കുകയാണ്. ഇനി ഇവിടെ മെഷീൻ വന്നിട്ട് കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇവിടെ കഴിഞ്ഞു വർക്ക്, ആ കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് തന്നെ ഈ ഭാഗത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സർക്കിൾ ഓഫീസിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ട് ഇവിടെ കയറും. അപ്പോൾ അവിടെ ഇച്ചിരി പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, കാരണം അടിപ്പാത വേണമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല, പക്ഷെ അവരിപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, റോഡിൻ്റെ ടാറിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡിൻ്റെ ടാറിങ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ഇവരെ സാധനങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടാറിങ്ങും കഴിഞ്ഞു. ഡിവൈഡറിനുള്ള ഗ്രില്ല് കാര്യങ്ങൾ, ഇത് ഡിവൈഡറിനുള്ളതാണ്, കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു അവർ. ഇനി ആ മറ്റേ ഇത് ഉണ്ടാക്കുന്നൊരു മെഷീൻ ഉണ്ടെന്നാണ് പറയുന്നത്, ജർമ്മൻ മെയ്ഡ്. ആ മെഷീൻ വന്നിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ തൊഴിലാളികൾക്കൊക്കെ മണിക്കൂറിനും പിന്നെ മീറ്ററിനും കിലോമീറ്ററിനാണ് പൈസ. അതായത് കുറച്ച് തൊഴിലാളികൾ വിളിച്ചിട്ട് ഇപ്പോൾ 1 കിലോമീറ്റർ നീളത്തിൽ ഈ ഗ്രില്ല് വെച്ച് പോകാൻ പറയുള്ളൂ. കറക്റ്റായിട്ട് വെച്ച് പോയിട്ട് ലോക്ക് ചെയ്യാൻ പറയും. അതിനുശേഷം ആ ഗ്രില്ല് കോൺക്രീറ്റ് ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. അപ്പോൾ വെച്ച് പോയിക്കന്നെ ഒരു സൂപ്പർവൈസർ വന്നിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യും, ലെങ്ത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കും. അത് മീറ്ററൊന്നും വെച്ചിട്ടല്ല നോക്കുന്നത്, അവർ കറക്റ്റ് അളവിലൊരു വടി കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ആ വടി അങ്ങോട്ട് വെച്ച് നോക്കും. കുറച്ച് നടന്നിട്ട് ആ വടി അങ്ങോട്ട് വെച്ച് നോക്കും അത് കറക്റ്റാണോ എന്ന്. അപ്പോൾ കറക്റ്റാണെങ്കിൽ അവർ നേരെ മെസ്സേജ് കൊടുക്കുമ്പോൾ നേരെ വന്ന് കോൺക്രീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാനിതൊരു ദിവസം നിന്ന് കണ്ട പരിപാടി എൻ്റെ പേരിലാണ്ടോ ഈ പരിപാടി ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത്. ഇവിടെയൊക്കെ ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഇവിടെ നടക്ക് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ ഇതിൻ്റെ ചെരുവ് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തേക്കായിട്ടാണ് ചെരുവ് വരുന്നത്. 2 റോഡും 2 വശത്തേക്കാണ് ചെരുവ് വരുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ പണ്ടത്തെ സർക്കിൾ ഓഫീസ്, ഇപ്പോഴത്തെ DYSP ഓഫീസ് സിഗ്നലാണിത്. അപ്പോൾ ഇവിടെ സിഗ്നലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പണ്ടത്തെ ഓർമ്മ വെച്ചിട്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്നതാണ് സിഗ്നലിൽ നിന്ന്. അപ്പോൾ ഇവിടുത്തെ പണി ഒന്നും ആയിട്ടില്ല. പണ്ടത്തെ റോഡ് എങ്ങനെയോ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തെക്കോട്ടുള്ള ഒരു ഭാഗം കംപ്ലീറ്റ് ഇവർ ഒരു നമ്മുടെ പടാകുളെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് വരെ ടാർ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ടാർ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഇത് എടുത്ത് മാറ്റാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് വേണം ഇവർക്ക് ഒരേ ഏരിയ ഇട്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ഏരിയയിൽ ഇവരിങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളാണ് സ്റ്റോക്ക് ചെയ്തിട്ട് ബാക്കി സ്ഥലങ്ങൾ ഇവർ ടാർ ചെയ്യുന്നത്.
അപ്പോൾ സർക്കിൾ ഓഫീസ് അല്ലെങ്കിൽ പണ്ടത്തെ സർക്കിൾ ഓഫീസ് ഇപ്പോഴത്തെ DYSP ഓഫീസ്, ആ പരിസരം ഇപ്പോൾ ഇങ്ങനെയാണിത്. വർക്ക് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇവിടെ അടിപ്പാത വേണമെന്നാണ് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ മറ്റേ മേൽപ്പാലം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾ ഈ സമരം നടക്കുന്ന ടൈമിൽ ഹിന്ദിക്കാരോടൊന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഹിന്ദിക്കാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കൊടുക്കാറില്ല എന്നാണ് പറയണത്. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യുന്നത് മെയിൻ സിറ്റികളിലെ തിരക്ക് ഒഴിവാക്കാനാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിലെ ഫെസ്റ്റിവൽ അനുസരിച്ച് നമ്മുടെ താലപ്പൊലി ഭരണിയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നൊരു ടേണിങ് വന്നു കഴിഞ്ഞാൽ സിറ്റിയിൽ ഉള്ള വണ്ടികളൊക്കെ കംപ്ലീറ്റ് ഹൈവേയിൽ കയറാൻ വേണ്ടി അല്ലെങ്കിൽ സർവീസ് റോട്ടിൽ കയറി അങ്ങോട്ട് പോകുന്നതിന് പകരം ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും പോകുന്ന വണ്ടികൾ കുറച്ച് ബ്ലോക്ക് വരും. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് സത്യാവസ്ഥ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇപ്പോൾ കർമ്മസമിതി എന്ന് പറഞ്ഞൊരു ടീമാണ് ഇവർ സമരം ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തോന്നും അതാണ് ശരിയെന്ന്. ഹിന്ദിക്കാരല്ല, ഈ റോഡ് പണിക്കാർ പറയുമ്പോൾ നമുക്ക് തോന്നും റോഡ് പണിക്കാരുടെ കാര്യമാണ് ശരിയെന്ന്. അപ്പോൾ ഇവരുടെ കാര്യം കഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ബസ്സിനെ വഴി തിരിച്ചിട്ടപ്പോൾ അവർ തെറി വിളിച്ച് ഒക്കെ പോടുണ്ടായി. പക്ഷേ അവർ ഹിന്ദിക്കാരാണെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ജോലിക്കാർ 2 പേരും മലയാളികളായിരുന്നു. അപ്പോൾ അവർ ആ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്റ്റേഷനിലോട്ട് കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു മനോഭാവം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പടാകുളം സിഗ്നലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അവിടെയും കണ്ടില്ലേ, ഈ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ മാറ്റിയാൽ മാത്രമേ ഇനി ടാറിങ് കാര്യങ്ങൾ നടക്കും. അപ്പോൾ സിമ്പിളായിട്ട് ഈ സാധനം എടുത്ത് മാറ്റാൻ പറ്റുകയില്ല. വെറുതെ JCBക്ക് ഒന്ന് പൊക്കിക്കൊണ്ടു പോകാൻ പറ്റുമൊന്നുമില്ല. ഇവർ കറക്റ്റ് ആ റോപ്പ് മറ്റേ സാധനങ്ങൾ പൊട്ടാരിക്കുന്ന വലിയ റോപ്പില്ലേ, ആ വലിയ റോപ്പ് ഇട്ട് ക്രെയിനിൽ ലോഡ് ചെയ്യും. ക്രെയിനിൽ നിന്ന് ടോറസിലോട്ട് അൺലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ടോറസ് കൊണ്ടുപോയിട്ട് ഇവരുടെ ടാറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൃത്തിയായിരിക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയി ഇറക്കി വെക്കും. ഇതാണ് നടക്കുന്ന പരിപാടി. അപ്പോൾ ഇത് ഇപ്പം ഇത്തിരി ഹോൾഡായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഏകദേശം ഇപ്പം ജനുവരി അല്ലേ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് പകുതി വരെ 3.5 മാസം ഇവർക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതിനുള്ളിൽ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ വീണ്ടും മഴയിട്ടതിൻ്റെ കാര്യങ്ങൾ വരും. ആ കാണുന്നത് നമ്മുടെ പടാകുളം മേൽപ്പാലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ടു. ഇതിൽ ബസ് പോവും, നമ്മുടെ ടൂറിസ്റ്റ് ബസ് കാര്യങ്ങളൊക്കെ ഒരുവിധം കടന്നു പോകും. പക്ഷേ നമ്മുടെ വലിയ ബസ് കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈ കല്ലട ഇങ്ങനത്തെ ബസ് കണ്ടിട്ടില്ലേ, മറ്റേ ഡബിൾ ഹൈറ്റ് എന്നൊക്കെ പറയാവുന്ന ഹൈറ്റുള്ള ഈ വണ്ടി കടന്നു പോവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. ആ വണ്ടി വന്നിട്ട് അവർക്ക് പോകാൻ പറ്റാണ്ട് അവർ നേരെ തിരിച്ചു പോയി, ചേരമാ സിഗ്നലിൻ്റെ ഭാഗത്തേക്ക് പോയി. അവർ പടിഞ്ഞാറോട്ട് തിരിയാൻ വന്നതാണ്. എന്നിട്ട് ചേരമാ സിഗ്നലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടാണ് അവർ ബാക്ക് എടുത്ത്, അതും സർവീസ് റോഡിൽ വന്നിട്ട് തിരിയാൻ പറ്റിയില്ല. എന്നിട്ട് അവർ നേരെ നമ്മുടെ ചേരാമ്പലയുടെ ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് റിവേഴ്സ് എടുത്ത് വന്നിട്ടാണ് തിരിച്ച് നേരെ പോയത്, അഴീക്കോട് ഭാഗത്തേക്ക് പോയത്. അതായത് ടൂറിസ്റ്റുകളോ എന്തോ ആയിരുന്നു അത്. ഇപ്പോൾ ഈ ഭാഗം കണ്ടില്ലേ, ഫുള്ള് നിങ്ങൾ ആ അറ്റം ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഫുള്ള് പൊക്കി വെച്ചേക്കാണ്. ആ പൊക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 നില വീടിൻ്റെ ഹൈറ്റ് ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ, ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. അപ്പോൾ ബാക്കിൽ കാണുന്നത് 2 നില വീടിൻ്റെ ഹൈറ്റുള്ള ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് നിങ്ങളാ കണ്ടത്. ഇപ്പോൾ ഇവിടെ കേട്ടോ നമ്മുടെ ചന്തപ്പുര കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൊക്കമുള്ളത് ചേരമാൻ സിഗ്നലിൻ്റെ ഭാഗത്താണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് സിഗ്നലൊന്നുമില്ല, നമ്മുടെ ഓർമ്മയിൽ സിഗ്നലിന് അതിൻ്റെ പേരിൽ വായിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഇവിടെ അപ്രോച്ച് റോഡാണ്, പടാകുളത്തു നിന്നും അപ്രോച്ച് റോഡ് വഴിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നടുക്കൊരു താഴ്ച ഉണ്ടാവും. പിന്നെ അഥവാ ഇനി മൊത്തം കെട്ടിപ്പൊക്കുന്നുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ. സാധാരണഗതി കണ്ടുവരുന്നത് വലിയ കയറ്റിറക്കങ്ങളില്ലാതെയാണ് ഈ റോഡുകൾ കണ്ടുവരുന്നത് കേട്ടോ. ഇപ്പോൾ പടാകുളത്ത് കൂടി പോവാത്ത ബസ്സുകൾ നേരെ ചേരമാ സിഗ്നലിൽ വന്ന് യൂ ടേൺ എടുത്തിട്ട് പോകേണ്ടി വരും. അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ ഡിസൈൻ വരുന്നത്. കണ്ടില്ലേ, ഈ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടി ബസ് പോകുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റ് ബസ് കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പടാകുളത്ത് കൂടി കടന്നു പോകുന്നില്ല. പിന്നെ പടാകുളത്ത് അധികം താഴ്ത്താനും പറ്റില്ല. കാരണം വെള്ളപ്പൊക്കമല്ല, വെള്ളക്കെട്ട് വരും ഭയങ്കരമായിട്ട്. അതിന് എത്ര കാന പണിതിട്ടുണ്ടെന്ന് പറഞ്ഞാലും വെള്ളക്കെട്ട് എന്തായാലും വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചേരമാമ്പള്ളി സിഗ്നലിൽ വരുന്ന ഈ ഭാഗത്തിൻ്റെ ഒരു ഇതിട്ട അവസ്ഥ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു താമസിക്കാനുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൈവേയിൽ പൊടിയുടെ ശല്യം ഭയങ്കര കൂടുതലാട്ടോ. പൊടി ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റുവട്ടം താമസിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ശ്വാസം മുട്ട്, വലിവ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് എൻ്റെ സംസാരത്തിൽ മനസ്സിലാവുണ്ടാവും. കാരണം നമ്മൾ മിക്കപ്പോഴും ഈ ഹൈവേ കൂടെയല്ലേ യാത്ര ചെയ്യുന്നത്, ഈ സാധനം ശ്വസിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് 2 അടി നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഇപ്പോൾ കഫക്കെട്ടും
ജലദോഷമല്ല കൂടുതൽ, നെഞ്ചിൻ്റെ ഉള്ളിൽ കഫം കെട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ കോട്ടപ്പുറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. കോട്ടപ്പുറം ഭാഗത്തുനിന്നുള്ള കാഴ്ചകൾ ഇതാണ്. അവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്കേ സർവീസ് റോഡിൻ്റെ ഭാഗം ക്ലീനാക്കി വർക്കാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടുന്ന് നേരെ പോകുന്നത് പാലത്തുമ്മക്കലാണ് നേരെ പോവുക. നേരെ ആ 2 പാലില്ലേ നമ്മുടെ ഇപ്പോൾ ഉള്ള കോട്ടപ്പുറം പാലത്തിന് പാരലായിട്ട് ഒരു പാലം കൂടി വന്നിട്ടില്ലേ, അപ്പോൾ 2 പാലമായി. പണ്ടത്തെ കോട്ടപ്പുറം പാലം, ഒന്ന് പുതിയ പാലം. അങ്ങോട്ട് നേരെ അപ്രോച്ച് റോഡ് വഴിയാണ് കയറുന്നത്. അപ്പോൾ സർവീസ് റോഡ് എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ സീൻ കാണിച്ചുതരാം. സർവീസ് റോഡ് ഇപ്പോൾ ഏകദേശം പുഴയിലോട്ടാണ് വെച്ചേക്കണത്. ഇനി അവിടെ ഇനി ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്യുമോ എന്താണെന്ന് നമുക്കറിയില്ല. ഇനി അവിടെ വേറെ പാലം വരുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും ഇപ്പം നിലവിൽ സർവീസ് റോഡ് വന്നിട്ട് പാലത്തിൻ്റെ അടിയിലോട്ട് ഏകദേശം പുഴയുടെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇവർ ക്ലോസ് ചെയ്യും കേട്ടോ, കാരണം ഇവിടെ ഇതില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. മേൽപ്പാലം വരുന്നില്ല, ഒന്നും വരുന്നില്ല. മേൽപ്പാലം വരുന്നില്ലെങ്കിൽ ഇവിടെ സർവീസ് റോഡായിരിക്കും. സർവീസ് റോഡ് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ്ങിന് ഇട്ടാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം നേരെ പോകുന്നത് ഇപ്പോൾ ഈ റോഡിൻ്റെ അവിടെ നിന്ന് നേരെ ഇപ്പോൾ നേരെ കാണുന്നത് ആ സിഗ്നൽ ലൈറ്റിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നത് കോട്ടപ്പുറം ചന്തയിലോട്ടുള്ള വഴിയാണ്. ഇപ്പോൾ ചന്തയിലേക്ക് പോകാനുള്ള സൗകര്യത്തിനായിരിക്കണം ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സ്ഥലത്തുനിന്ന് ഇതേപോലത്തെ ആവശ്യങ്ങൾ ഉയരും. എല്ലാവർക്കും അവിടെ ക്രോസിങ് വേണമെന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉയരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ റോഡ് സർവീസ് റോഡാണ്, അപ്പുറത്തത് മെയിൻ റോഡാണ്. അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. നേരെ പോകുന്നത് പുഴയുടെ ഭാഗത്തേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയുടെ അടിയിൽ കൂടി 2 സർവീസ് റോഡിനെയും ഒരു യു പോലത്തെ ഒരു റോഡ് കൊടുത്ത് ബന്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതിനാണ് കൂടുതൽ ചാൻസ്. ഇത് കണ്ടില്ലേ, നേരെ പോകുന്നത് പുഴയുടെ ഭാഗത്തേക്കാണ്. അപ്പുറത്തെ സർവീസ് റോഡും ഇതേപോലെ തന്നെ നേരെ ഈ പുഴയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനി ഞാൻ പാലത്തിൻ്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. ഹൈറ്റ് ഇനിയും കൂടും, കാരണം പാലത്തുമ്പോൾ ഇനി ഹൈറ്റ് ഉണ്ട്. നിങ്ങൾ ആ പാലം കണ്ടില്ലേ, പാലത്തിൻ്റെ ഭാഗം കണ്ടില്ലേ, ആ കമ്പികൾ ആ ഭാഗമൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി ഹൈറ്റ് കൂടാനുണ്ട്. ഈ റോഡ് എന്തായാലും പണി കഴിച്ചിട്ടിട്ടുണ്ട് അവർ. 3.5 മാസമുണ്ട്. 3.5 മാസം കൊണ്ട് ഒരുവിധം തീർത്താൽ കുഴപ്പമുണ്ടാവില്ല. ഇല്ലെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടിലാവും. കാരണം മഴക്കാലത്ത് ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണത്. കാരണം പെട്ടെന്നൊന്നും പണി തീരാതെ കുറച്ച് ലാഗായിരുന്നു. ഇത്രയും ഹൈറ്റിൽ ഇപ്പോൾ തന്നെ ഇവർ ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവർ പ്രത്യേക ഒരു മെറ്റീരിയൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഡ്രെയിനേജിൻ്റെ ഹോൾ അടയ്ക്കുന്നത്. അതിൽ നിന്ന് വെള്ളം മാത്രമേ പുറത്ത് പോരുള്ളൂ, വേറെ ഒന്നും പുറത്ത് പോരില്ല. ഇത് ഉറവ് വരില്ലേ നമ്മുടെ കിണറ്റിലൊക്കെ, അതേപോലെ കേട്ടോ. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗം കാണുന്നത്. ഈ ബാർജ് നിർമ്മാണം കാണിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ഒന്നും കൂടി സ്ട്രോങ് ആക്കി തുടങ്ങിയത്. ഇതിൻ്റെ ബാർജ് നിർമ്മാണം കാണിച്ചുകൊണ്ട് അന്നൊക്കെ നല്ല ഫ്രഷ് തകിടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് തുരുമ്പെടുത്ത്. അപ്പോൾ ഇത്ര ഒരു 1.5 വർഷം കൊണ്ട് ഇത്ര തുരുമ്പ് കയറുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ തൂണ് പുതിയതാണ് കേട്ടോ. പക്ഷേ തൂണിൻ്റെ കാലുമ്മ ഒരു ഇരുമ്പിൻ്റെ കവർ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിടക്കൊരു മത്സ്യത്തൊഴിലാളികളൊരു കാഴ്ചകളൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് ഈ കോൺക്രീറ്റ് പാലത്തിൻ്റെ അടിയിലെ കോൺക്രീറ്റ് ഇളകി പോകുന്നു എന്നും പറഞ്ഞ് അവരൊരു ഫോട്ടോസ് കാര്യങ്ങൾ വീഡിയോസൊക്കെ അവർ പുറത്തിട്ടിരുന്നു. അപ്പോൾ തൊട്ടപ്പുറം നിൽക്കുന്ന കോട്ടപ്പുറം പാലം 1986 പണി കഴിപ്പിച്ചതാണ്. അതിപ്പോഴൊരു പ്രശ്നമില്ല. ഇത് വലിയൊരു പാലം കെട്ടിയിട്ട് ഒരു എന്താ പറയുക, പാലം പണി കഴിഞ്ഞിട്ടില്ല, പില്ലർ ആയപ്പോഴത്തേനും ഇങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗം കണ്ടില്ലേ നിങ്ങൾ ആ കാനഡ ഭാഗം കണ്ടില്ലേ ഇടത്തെ സൈഡിൽ. അപ്പോൾ ആ കാനഡ ഭാഗത്തിൻ്റെ തൊട്ടിപ്പുറം കാണുന്നത് സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡ് നേരെ വന്നിറങ്ങുന്നത് ഈ ഒരു ക്രോസ് റോഡിലോട്ടാണ് കേട്ടോ വന്നിറങ്ങുന്നത്. ഈ പാലത്തിൻ്റെ അടിയിലോട്ടുള്ള ഒരു വഴി കണ്ടില്ലേ. അപ്പോൾ ഇവർ തമ്മിൽ യു ടേൺ അടിച്ച് കണക്ഷൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി മെയിൻ റോഡ് ഈ പാലത്തും കൂടി കയറി അങ്ങോട്ട് പോകും. കണ്ടില്ലേ ഇവിടെ ടാർ വീണ് കിടക്കണ്ടില്ല വലത്തെ അറ്റത്ത്. ആ സർവീസ് റോഡാണത്, നമ്മുടെ കിഴക്കേ സർവീസ് റോഡാണത്. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗം ഇതാണ്. ഇത് മെയിൻ പാലം കേട്ടോ, നമ്മുടെ ആദ്യത്തെ പാലമാണ്. 1986 പണി കഴിപ്പിച്ച പാലമാണ്. ഇപ്പോഴും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വന്നത് പാലത്തിൻ്റെ ഷോക്ക് അബ്സോർബർ ഷൂട്ട് ചെയ്യാനാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ റോഡ് ഉണ്ടല്ലേ, ഇത് മറ്റേ ഇനി പ്രത്യേകിച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഈ റോഡിന് പേര് ഞാൻ മറന്നുപോയി. മറ്റേ പാലത്തിൻ്റെ അടിയിൽ കൂടെയുള്ള റോഡ്. പക്ഷേ വണ്ടികൾക്കൊന്നും വിശ്വസിച്ചൊന്നും പോകാൻ പറ്റില്ല. കാരണം ചില സമയത്ത് വലിയ വലിയ വണ്ടികളൊക്കെ വന്നാൽ ഈ പാലത്തുമ്മ തട്ടും. ഇപ്പം തന്നെ പാലത്തിൻ്റെ ഈ ബീമുമ്മ തട്ടി പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടി ഇച്ചിരി പ്ലാസ്റ്റർ ഇളകിയ പാടൊക്കെ ഉണ്ട്. അത് മിക്കവാറും ഈ പണിക്കാർ വണ്ടി കൊണ്ടുപോയതായിരിക്കണം.
പിന്നെ മഴക്കാലത്തിൻ്റെ താഴെയുള്ള റോഡെന്ന് പറഞ്ഞാൽ ഒരു നിലം പതിഞ്ഞ പോലെയാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അവിടെ വെള്ളം കെട്ടും. വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ രക്ഷയൊന്നുമില്ല, നല്ലോണം വെള്ളം കയറിയിരിക്കും. ഇപ്പോൾ ഈ 2 തൂണുകൾ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് ഇനി അങ്ങോട്ട് വരുന്ന മെയിൻ റോഡ് അല്ലെങ്കിൽ മെയിൻ പാലങ്ങളിൽ ഒന്ന്. അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇവർക്ക് വലിയ ടൈമൊന്നും വേണ്ട കംപ്ലീറ്റ് ചെയ്യാൻ. ഇതാണ് ആ ബാർജ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബാർജിൻ്റെ പണിയാണ് ഞാൻ കാണിച്ചുകൊണ്ട് ഒന്ന് സ്ട്രോങ് ആവുന്നത്, ഷോർട്ട്സ് ചെയ്ത് സ്ട്രോങ് ആവുന്നത്. ഇപ്പോൾ ഇതാണ് ബാർജിൻ്റെ അവസ്ഥ. ഫുള്ള് തുരുമ്പെന്ന് വെച്ചാൽ ഫുള്ള് തുരുമ്പ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവസ്ഥ ശോകമാണെന്നുള്ള കാര്യം. ഇത് ഈ പാലം മാത്രം ഉണ്ടാക്കിയ ബാർജാണ് കേട്ടോ. ഇതുമ്മലായിരുന്നു ഈ JCB ഒക്കെ കയറ്റി വെച്ചിട്ട് ഇവർ പണിതിരുന്നത്. JCB മാത്രമല്ല, ജനറേറ്റർ, മറ്റേ വലിയ വെൽഡിങ് സെറ്റ് ജനറേറ്റർ, പിന്നെ പൈലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മോട്ടോറുണ്ടല്ലോ ഈ അടിക്കുന്നത്, മറ്റേ ഒരു കയറുമ്മ ഒരു സാധനം കെട്ടി ചുരുട്ടും, എന്നിട്ട് കയറ് പെട്ടെന്നൊരു വിടലങ്ങോട്ട് വിടും, നേരെ വന്ന് താഴെ ടിം എന്ന് പറഞ്ഞൊരു വീഴ്ച വീഴും. ഇതൊക്കെ നടത്തിയിരുന്നത് ഇവിടെയാണ്. നിങ്ങളാ കാണുന്ന കറുത്ത കട്ട കണ്ടോ പാലത്തിൻ്റെ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കറുത്ത കട്ടയാണ് പാലത്തിൻ്റെ ഷോക്ക് അബ്സോർബർ. അപ്പോൾ ഇപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ പുതിയ അറിവായിരിക്കുമല്ലോ. ഇതാണ് ഷോക്ക് അബ്സോർബർ കേട്ടോ പാലത്തിൻ്റെ. കാരണം പാലവും കോൺക്രീറ്റ്, അടി വരുന്ന തൂണും കോൺക്രീറ്റ്, എല്ലാം കോൺക്രീറ്റ് അല്ലേ. അപ്പോൾ ഈ കോൺക്രീറ്റും തമ്മിൽ കൂട്ടിമുട്ടിക്കതിന് കാലങ്ങൾ കൊണ്ട് ഒരു എന്താ പറയുക ചെറിയൊരു വിള്ളലുണ്ടാവും. പിന്നെ ആ വിള്ളൽ വലിയൊരു തകർച്ചയിലോട്ട് നീങ്ങൂലേ. അതില്ലാതിരിക്കാൻ വേണ്ടി പാലത്തിൻ്റെ ആ ഭാഗങ്ങളിൽ, ഈ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളിൽ, അതായത് കോൺക്രീറ്റും ഉള്ള ഒരു പില്ലറും കോൺക്രീറ്റ് തന്നെ ആയിട്ടുള്ള ഒരു ബീമും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് എത്രയും വർഷങ്ങളിലെ ഇടവേളകളിലൊക്കെ മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അതെത്രമാത്രം എന്താ പറയുക ഞാൻ കണ്ടിട്ടില്ല, ആ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവരെന്നെ പറഞ്ഞതാണ് ഇത് 10 വർഷം 5 വർഷമൊക്കെ കൂടുമ്പോഴത്തെ മാറ്റുമെന്ന്, എന്നിട്ട് വേറെ സ്ഥാപിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഏകദേശം ശരിയായിരിക്കും. കാരണം 86 വെച്ച സാധനം തന്നെ അല്ലല്ലോ ഇപ്പം ഇരിക്കുന്നത്. കാരണം പുതുമ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഈ പാലത്തിൻ്റെ ഒരു വശത്ത് നമ്മുടെ ഫുട്പാത്ത് ഭാഗത്ത് കമ്പി മാത്രം പുറത്തേക്ക് തള്ളി കാണുന്നുണ്ട്. ഇതൊക്കെ ഇച്ചിരി ഒരു മോശമായിട്ട് തോന്നിയത്. ഈ കാണുന്നതും ഷോക്ക് അബ്സോർബറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പാലം പണി കുറച്ച് ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റിയെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേറെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.